എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. 2025 മെയ് മാസം 14-ാം തീയതി വ്യാഴം എന്ന ശുഭഗ്രഹം രാശി മാറുകയാണ്. ചാരവശാൽ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് കടക്കുകയാണ്. പിന്നീട് ഒരു വർഷക്കാലം മിഥുനം രാശിയിലൂടെയാണ് വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുക. വൃശ്ചികം രാശി, വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം ഇടവം രാശിയിലൂടെ 7-ാം ഭാവത്തിലൂടെ വളരെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നു. എന്നിരുന്നാലും മെയ് മാസം 14-ാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് കടക്കുമ്പോൾ വൃശ്ചികം രാശിയുടെ 8-ാം ഭാവമാണ് മിഥുനം. അഷ്ടമത്തിൽ വ്യാഴം എന്ന് പറയും. 8-ാം ഭാവത്തിൽ വ്യാഴത്തിന് സഞ്ചാരം അത്ര അനുകൂലമല്ല, പ്രതികൂലമാണ്. ശാരീരികമായും മാനസികമായും കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് 8-ാം ഭാവത്തിൽ വ്യാഴത്തിന് സഞ്ചാരം. 8-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചികിത്സയ്ക്ക് വേണ്ടി പണം മുടക്കേണ്ടി വരാം. അതുപോലെ തന്നെ സഞ്ചാര ക്ലേശം ഉണ്ടാവാം. യാത്രകൾ കൊണ്ട് ഗുണമില്ലാതെ വരിക, അത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കാം. ശത്രുക്കളുടെ ശല്യമുണ്ടാവാം. ശത്രുക്കളൊരു അവസരത്തിന് വേണ്ടി തക്കം പാർത്തിരിക്കുകയെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വരവ് കുറയുക, ചെലവ് കൂടുക, ബിസിനസ് തകർച്ച, അപവാദങ്ങൾ കേൾക്കുക, അപമാനങ്ങൾ ഉണ്ടാവുക. മാത്രമല്ല ഈ പ്രായമുള്ളവരുടെ ആരോഗ്യത്തെക്കുറിച്ചും ആയുസ്സിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചൊരു വിഷമം ഉണ്ടാകുന്ന സമയമാണ്. എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൈദ്യസഹായത്തിന് അമാന്തം കാണിക്കരുത്. അങ്ങനെ അഷ്ടമത്തിൽ വ്യാഴം അനുകൂലമല്ല. അപ്പോൾ വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ മാർച്ച് മാസത്തിൽ ഒരു ശനി മാറുന്നുണ്ട്. ശനി മീനം രാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിപ്പോൾ കണ്ടകശനി സമയമാണ്. 4-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കണ്ടകശനി സമയമാണ്. മാർച്ച് മാസത്തോട് കൂടിയിട്ട് കണ്ടകശനി അവസാനിക്കും. മാത്രമല്ല ഈ വൃശ്ചിക രാശി നക്ഷത്രക്കാർ ജാതകപ്രകാരം അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്കൊക്കെ ബലമുണ്ടെങ്കിൽ ഈ അഷ്ടമത്തിലെ വ്യാഴസഞ്ചാരം അത്ര ദോഷം ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.